സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ട് മെട്രിസസ് എന്താണെന്ന്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് ലീനിയർ ഓൾജിബ്രയാണ്, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ലീനിയർ ഓൾജിബ്രയും അല്ലെങ്കിൽ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസും മെട്രിസസും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. നമ്മൾ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് എന്ന് പറയുന്നത് മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പൊ മെട്രിക്സുകളെ ഉപയോഗിച്ച് എങ്ങനെയാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് മെട്രിക്സ്. നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ എഴുതുന്ന സാധനമാണ് മെട്രിക്സ്. എല്ലാവരും പറയും ഇങ്ങനെ എഴുതുന്ന സാധനമാണ് മെട്രിക്സ്. പക്ഷെ നിങ്ങൾ ആ ഒരു മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ +2 മുതൽ പഠിക്കുന്ന സാധനമാണ് മെട്രിക്സ്. മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഒക്കെ വേണമെന്നുള്ളവരൊന്ന് പഠിച്ചു വെച്ചിരുന്നോ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, എന്നാലും ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ പറയാമല്ലോ. റെക്ടാങ്കുലർ അറേ ഓഫ് ഒബ്ജക്ട്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടാങ്കുലർ അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോസ് ആൻഡ് കോളംസ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒബ്ജക്റ്റുകളെ റെക്ടാങ്കുലർ ഫോമിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത്. എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് ഒബ്ജക്ട്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പൊ നോക്കി, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഡിസ്പ്ലേ ദി 2/3 മെട്രിക്സ് A equal to Aij where A11, A12, A13, A21, A22, 23. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ A എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, A equal to A, നമ്മളുടെ മെട്രിക്സിന്റെ ജനറൽ ഫോം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ എഴുതുന്നത്. A11 ആ റോയിൽ തന്നെ എന്ത് വരും? A12, A13 എക്സെട്ര വരും, ഇനി വല്ലതും ഉണ്ടെങ്കിൽ. അടുത്ത A21, A22 എക്സെട്ര ഇനി ഉണ്ടെങ്കിൽ A31, A32 എക്സെട്ര. അപ്പൊ ഇതാണ് ഇതിലെന്ന് പറയുന്നത് ജനറൽ ഫോം എന്ന് പറയുന്നത്. സോ ആ ജനറൽ ഫോമിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, A11, A12, A13 മൂന്നും എഴുതി. അടുത്ത A21, A22, A23. ഇത് തിരിച്ചെഴുതി വെക്കരുത്. ചിലർ ഇങ്ങനെ എഴുതും, A11 എഴുതിയാൽ താഴെ A12, അടുത്ത താഴെ A13. അത് തെറ്റാണ്. ഓക്കെ, അതായത് 637 താഴെ 214 താഴെ എഴുതി, അത് വേറെ മെട്രിക്സ് ആയി പോകും. അത് തെറ്റാണ്. അപ്പൊ അത് തെറ്റിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അത് എഴുതുക. അപ്പൊ അത്രയേ ഉള്ളൂ മെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷൻ. പിന്നെ മെട്രിക്സ് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും. അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം. അപ്പൊ നമ്മൾ അടുത്ത നോക്കുന്നത് മെട്രിക്സും ലീനിയർ സിസ്റ്റവും തമ്മിലുള്ള ബന്ധമാണ്. കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നാൽ അതിൽ നിങ്ങൾക്ക് മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കി, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യൻസുകൾ നോക്കുക. x1ന്റെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ x1ന്റെ ലെഫ്റ്റ് കിടക്കുന്ന ആളാണ്. ലെഫ്റ്റിൽ ആരും ഇല്ലെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു x1 എന്നാണ്. സോ 1x1, 2x2, 1x3. അപ്പൊ 1, 2, 1 എന്ന് എഴുതി. ഇപ്പുറത്ത് കിടക്കുന്ന ആൻസർ അതുപോലെ എടുത്ത് ഇവിടെ എഴുതി. നെക്സ്റ്റ് 2 - 1, സിമ്പൽ മറന്നു പോരുത്. -1, -1 ഈ 1. അപ്പോൾ 2 - 1 -1 1 1 1 3 0. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. ഈ മെട്രിക്സ് റെപ്രസെന്റേഷനെ ശരിക്കും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. അടുത്തൊരു ഡെഫിനിഷനായിട്ട് താഴെ കിടപ്പുണ്ട്. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യന്റുകളെയും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ ഒരു ആൻസറിനെയും ചേർത്തുകൊണ്ട് നമ്മൾ എഴുതുന്ന സാധനമാണ് എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ജനറൽ കേസ് നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും ഡെഫിനിഷൻ പറയുമ്പോൾ ജനറൽ കേസ് ആണ് നോക്കുന്നത്. നോക്കിയേ, ഒരു M/N സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ MXN നമ്മൾ വായിക്കുന്നത് M/N എന്നാണ് കേട്ടോ. M/N മെട്രിക്സ് എന്നാണ്. അപ്പോൾ ഒരു M/N സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിലാക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതും. ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാരെയാണ് നമ്മളിപ്പോ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ് എഴുതിയത്. അവനെ കളഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യൻസ് ആരാ? A11, A12 എക്സെട്ര A1n, A21, 22 എക്സെട്ര 2n, M1, M2 എക്സെട്ര Mn. അപ്പൊ ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. പ്രോബ്ലം ഒക്കെ ചോദിക്കും. നമുക്ക് ഇനി വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും കോഎഫിഷ്യന്റ് മെട്രിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ കൂടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ നമ്പേഴ്സിനെയും കൂടെ ചേർത്ത് വെച്ചാൽ അതാണ് എന്ത്? ഓഗ്മെന്റഡ് മെട്രിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ കൂടെ B1, B2 എക്സെട്ര Bn എന്ന് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഒരു M/N സിസ്റ്റം ഓഫ് ഇക്വേഷൻ, M/N സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ M ആൾക്കാരുണ്ട് കണ്ടോ. 1, 2, M, അങ്ങനെ M ഇക്വേഷൻസ് ഉണ്ട്. ആ M ഇക്വേഷൻസിൽ N അൺനോൺസ് ഉണ്ട്. നോക്കി, M/N സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ M/N മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, അവിടെ M നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. M നമ്പർ ഓഫ്
എം നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ഇനി അവിടുത്തെ n എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? n അൺനോൺസ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് അൺനോൺസ് ആണ് രണ്ടാമത്തെ നമ്പർ സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് അവിടെ എത്ര ഇക്വേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടുത്തെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഓർഡർ m/n ആയിരിക്കും. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/ ഒരു കോളം അധികം ഉണ്ട്. ഈ നമ്പർ ഓഫ് റോസ് ആണ് ആദ്യം എഴുതുന്നത്, കോളത്തിന്റെ എണ്ണം രണ്ടാമത് എഴുതും. അപ്പൊ m/n+1 ഉണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, a⁻b. ആ രീതിയിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അവിടെ a കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, ഈ സ്മാൾ ലെറ്റർ b എന്ന് പറയുന്നത് ഈ ഒരു കോളം മെട്രിക്സ് ആണ്. ഇവരെ നമ്മൾ ഒരു കോളം ആക്കി എഴുതുന്നതിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ആ കോഎഫിഷ്യന്റ് മെട്രിക്സും ഓഗ്മെന്റഡ് മെട്രിക്സും എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. x1 1 ആണ്, x2 -2, x3 1 അല്ലെ, -2 1 2 1 -1 2 1 -1 -3 1 -2 കണ്ടോ, നോക്കി പറയാം. -3 1 -2 ക്ലിയർ അല്ലേ? ഇനി ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? b ഈസ് ഈക്വൽ ടു ഇങ്ങനെയല്ലേ എഴുതി പഠിച്ചേ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി പഠിച്ചേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയ കോഎഫിഷ്യന്റ് മെട്രിക്സ് അതുപോലെ വരും, 1 -2 1, പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ആൾ കൂടി വരും. അടുത്ത 2 1 -1, അപ്പുറത്ത് കിടക്കുന്ന ആൾ കൂടി. അടുത്ത -3 1 -2, അപ്പുറത്ത് കിടക്കുന്ന ആൾ കൂടി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കൃത്യമായിട്ട് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ.